എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് ടേസ്റ്റിയായ ഒരു ഗോതമ്പ് ദോശയാണ്. ദോശ ഉണ്ടാക്കാൻ ആദ്യം 1 കപ്പ് ഗോതമ്പ് പൊടി ഒരു ബൗളിലെടുത്ത് 1/4 ടീസ്പൂൺ ഉപ്പിടുക. പിന്നെ കുറേശ്ശെ വെള്ളമൊഴിച്ച് കട്ടയൊന്നുമില്ലാതെ ദോശമാവിൻ്റെ പരുവത്തിൽ കലക്കി വയ്ക്കുക. ഇനി മാവിലിടാൻ മസാല ഉണ്ടാക്കാം. അതിനായി ഒരു പാത്രം ഗ്യാസിൽ വെച്ച് ലോ ഫ്ലെയിമിൽ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് 1/2 ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കുക. പിന്നെ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും 1 ടീസ്പൂൺ കടലപ്പരിപ്പും ഇട്ട് മൂപ്പിക്കുക. കരിഞ്ഞു പോകാതെ പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ വളരെ ചെറിയ ഒരു കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും 1 പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് ഏതാനും സെക്കൻഡ് മൂപ്പിക്കുക. പിന്നെ ഒരു സവാള ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് നന്നായിട്ട് വഴറ്റുക. സവാളയുടെ നിറം മാറാൻ തുടങ്ങുമ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പും 1 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞതും ചേർത്ത് 2 മിനിറ്റ് വഴറ്റുക. നമ്മുടെ മസാല റെഡിയായിട്ടുണ്ട്. ഗ്യാസ് ഓഫ് ചെയ്ത് തണുക്കാൻ വെക്കുക. നന്നായിട്ട് തണുത്ത ശേഷം മസാല കലക്കി വെച്ചിരിക്കുന്ന ഗോതമ്പ് മാവിൽ ചേർക്കുക. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കുക. ഉപ്പ് ചെക്ക് ചെയ്ത് കുറവുണ്ടെങ്കിൽ ചേർക്കാം. വെള്ളം കുറവാണെങ്കിൽ അല്പം കൂടി ചേർക്കാവുന്നതാണ്. ഇനി ദോശ ഉണ്ടാക്കാനായി ഒരു പാൻ ഗ്യാസിൽ വെച്ച് ചൂടാക്കുക. ചൂടാകുമ്പോൾ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് അല്പം നെയ്യോ എണ്ണയോ തൂത്ത് ഓരോ തവി മാവൊഴിച്ച് പരത്തുക. ഒരു ചെറിയ സ്പൂൺ കൊണ്ട് മുകൾ വശം ഒരുപോലെ നിരത്തുക. ദോശയുടെ മുകൾ വശം ഡ്രൈ ആകുമ്പോൾ അല്പം നെയ്യോ എണ്ണയോ തൂക്കുക. ദോശ തിരിച്ചിട്ട് വീണ്ടും അല്പം എണ്ണ പുരട്ടി 2 വശവും മുരിച്ചെടുക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.